السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على سيدنا وحبيبنا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فقد قال سبحانه وتعالى: بسم الله الرحمن الرحيم. والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. وقال النبي صلى الله عليه وسلم: من أتاه الله مالا فلم يؤد زكاته مثل له يوم القيامة شجاعا أقرع أو كما قال عليه الصلاة والسلام. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി നമ്മളെല്ലാവരെയും കബൂലാക്കുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും സ്ഥാനമുള്ള, ഏറ്റവും ഗൗരവത്തോടു കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്നിട്ടുള്ളൊരു കാര്യമാണ് സക്കാത്ത് എന്നുള്ളത്. എപ്രകാരം നമസ്കാരത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടോ അതുപോലെ തന്നെ ഖുർആനിൽ ആവർത്തിച്ച് അല്ലാഹു നിർദ്ദേശിച്ചൊരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിൻ്റെ സക്കാത്ത് നൽകുക എന്ന കാര്യം. ധാരാളം സ്ഥലങ്ങളിൽ പല സൂറത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് സക്കാത്തിൻ്റെ കാര്യത്തെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട സ്തംഭമായും വിശ്വാസികളുടെ നിർബന്ധ ബാധ്യതയായും അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്തിനെ പരിചയപ്പെടുത്തി തന്നു. സക്കാത്ത് എന്ന് പറയുകയാണെങ്കിൽ ഒരു വിശ്വാസി അള്ളാഹു നിശ്ചയിച്ച ഒരു അളവിൽ അവൻ്റെ കയ്യിൽ സമ്പത്തുണ്ട് എങ്കിൽ അതിൽ നിന്നും ഒരു ഭാഗം പാവപ്പെട്ടവർക്ക് അഥവാ അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കുന്നതിനാണ് സക്കാത്ത് എന്ന് പറയുന്നത്. എപ്രകാരം പരിശുദ്ധ ഖുർആനിൽ സക്കാത്ത് കൊടുക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടോ അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കാതെ ഇരിക്കുന്ന ആളുകൾക്ക് ശക്തമായ താക്കീതുമുണ്ട്, വലിയ ശിക്ഷയുണ്ടെന്ന കാര്യം പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല അറിയിച്ചു തന്നിട്ടുണ്ട്. സൂറത്ത് തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്നു: ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സക്കാത്ത് കൊടുക്കാതെ സമ്പത്തിന് എടുത്തു വെക്കുകയാണെങ്കിൽ, സ്വർണത്തെയും വെള്ളിയെയും സക്കാത്ത് കൊടുക്കാതെ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടാവുന്നതാണ്. ഏതൊരു സമ്പത്താണോ സക്കാത്ത് കൊടുക്കാതെ അവർ കൂട്ടിവെച്ചത്, അവരെടുത്തു വെച്ചത്, ആ സമ്പത്തിനെ നരകത്തിലിട്ട് അല്ലാഹു ചൂടാക്കുന്നതും അവരുടെ നെറ്റിയിലും പാർശ്വങ്ങളിലും മുതുകുകളിലും അത് വെച്ച് പൊള്ളിപ്പിക്കുന്നതുമാണ്. എന്നിട്ട് അവരോട് പറയപ്പെടും: ഇത് നിങ്ങൾ ദുന്യാവിൽ എടുത്തു വെച്ചതായ സക്കാത്ത് കൊടുക്കാതെ ഇരുന്ന സമ്പത്താണ്, നിങ്ങൾ എടുത്തു വെച്ച സമ്പത്തിനെ നിങ്ങൾ രുചിച്ചു കൊള്ളുക എന്ന് പരിഹസിച്ചുകൊണ്ട് അവരോട് പറയപ്പെടുന്നതുമാണ്. ഈ രീതിയിൽ സക്കാത്ത് കൊടുക്കാത്ത സമ്പത്ത് പരലോകത്ത് ശിക്ഷയ്ക്ക് കാരണമായി തീരുന്നതാണെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരുകയുണ്ടായി. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി: ആരെങ്കിലും അവരുടെ സമ്പത്തിൻ്റെ സക്കാത്ത് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഖിയാമത്ത് നാളിൽ അവരുടെ ആ സമ്പത്തിനെ അല്ലാഹു തആല കടുത്ത വിഷമുള്ള പാമ്പിൻ്റെ കോലത്തിൽ അവരുടെ മുമ്പിൽ കൊണ്ടുവരുന്നതാണ്. അങ്ങനെ ആ പാമ്പ് അവരുടെ കഴുത്തിൽ ചുറ്റി അത് ശക്തമായി അവരെ കൊത്തുന്നതാണ്. എന്നിട്ട് ആ പാമ്പ് അവരോട് പറയുന്നതാണ്: ഞാൻ നിങ്ങളുടെ ധനമാണ്, നിങ്ങൾ സൂക്ഷിച്ചു വെച്ച സമ്പത്താണ്, അഥവാ സക്കാത്ത് കൊടുക്കാതെ നിങ്ങൾ സൂക്ഷിച്ചു വെച്ച സമ്പത്താണെന്ന് അവരെ അറിയിക്കുന്നതുമാണ്. ഈ രീതിയിൽ ശക്തമായ ശിക്ഷ സക്കാത്ത് കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ച സമ്പത്തിൻ്റെ പേരിൽ പരലോകത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന് പല ഹദീസുകളിലൂടെയും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ട്. സക്കാത്ത് കൊടുക്കാത്തത് കാരണമായി അള്ളാഹുവിൻ്റെ കരുണ മനുഷ്യരിൽ നിന്നും തടയപ്പെടുന്നതാണ്. സമുദായത്തിൽ സക്കാത്ത് കൊടുക്കാത്ത ശീലമുണ്ടായാൽ അള്ളാഹുവിൻ്റെ കരുണയുടെ നോട്ടം, ആ കരുണയുടെ പേരിലുണ്ടാവുന്ന അനുകൂലമായ മഴ, ഇതെല്ലാം തടയപ്പെടുമെന്ന് ഹദീസുകളിൽ കാണാം. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, സക്കാത്ത് കൊടുക്കാത്ത കാരണമായി മഴ തടയപ്പെടുന്നതാണ്. അഥവാ അനുകൂലമായി മനുഷ്യർക്ക് ആവശ്യമായി പെയ്യേണ്ട മഴ അതിനെ സക്കാത്ത് കൊടുക്കാത്ത കാരണമായി തടയപ്പെടുന്നതാണ്. മഴ തടയപ്പെടുകയാണെങ്കിൽ അത് കാരണമായി മനുഷ്യൻ്റെ ജീവിതം വലിയ പ്രയാസത്തിലായി തീരുന്നതാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ വെള്ളം എന്നുള്ളതാണ്. ഈ മഴ കാരണമാണ് ഭൂമിയിൽ വെള്ളമുണ്ടാവുന്നത്. ഈ മഴ കാരണമാണ് സസ്യങ്ങൾ മുളയ്ക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതം ഭൂമിയിൽ
ഏറ്റവും സുഖകരമാവുന്നതിൽ അടിസ്ഥാന പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് വെള്ളമെന്നുള്ളത്. ആ വെള്ളമുണ്ടാവാൻ ഉള്ള പ്രധാനപ്പെട്ട കാരണം മഴയാണ്. ആ മഴ തടയപ്പെട്ടു പോവുകയാണെങ്കിൽ മനുഷ്യൻ്റെ ജീവിതം തന്നെ ബുദ്ധിമുട്ടിലായിത്തീരും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കരുണ തടയപ്പെടുന്നതാണ്. സക്കാത്ത് കൊടുക്കാത്തത് കാരണമായി മഴ അവരിൽ നിന്നും തടയപ്പെടുമെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയുണ്ടായി. സൂറത്തുൽ അറാഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരുന്നുണ്ട്, അള്ളാഹുവിൻ്റെ കരുണ വിശാലമാണ്. ആരൊക്കെ അള്ളാഹുവിനോട് ഭയഭക്തി പുലർത്തുന്നുവോ, ആരെല്ലാം സക്കാത്ത് കൊടുക്കുന്നുവോ അവരുടെ മേൽ അള്ളാഹു തആല കരുണയെ വർഷിപ്പിക്കുന്നതാണ്. ഈ ആയത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കാനുള്ള ഒരു മാർഗമാണ് സക്കാത്ത് നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളത്. സക്കാത്ത് കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന അവസ്ഥയുണ്ടായാൽ അള്ളാഹുവിൻ്റെ കരുണ, വാത്സല്യം തടയപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകുമെന്ന് ഈ ആയത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ സമ്പത്തിൻ്റെ ഐശ്വര്യം സക്കാത്ത് കൊടുക്കാത്തത് കാരണമായി നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിൽ ഐശ്വര്യം വെച്ചിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്ന സമ്പത്ത്, ആ സമ്പത്തിൽ ബർക്കത്തുണ്ട്. പക്ഷേ സക്കാത്ത് കൊടുക്കാത്തത് കാരണമായി ആ സമ്പത്തിലെ ബർക്കത്ത്, ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. സക്കാത്ത് കൊടുക്കുന്ന സമ്പത്തിൽ അല്ലാഹു തആല ഐശ്വര്യം ഇട്ട് കൊടുക്കുന്നതാണ്, ബർക്കത്ത് ഇട്ട് കൊടുക്കുന്നതാണ്. ആ സമ്പത്തിനെ അല്ലാഹു തആല സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ്. എന്താണ് ബർക്കത്ത് എന്ന് പറയുകയാണെങ്കിൽ, ബർക്കത്ത്, ഐശ്വര്യമെന്ന് പറയുകയാണെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാവുകയും ആ സമ്പത്ത് കൊണ്ടുള്ള യഥാർത്ഥ ലക്ഷ്യം പൂർത്തിയാവുകയും ചെയ്യലാണ്. ഒരാൾ സമ്പാദിക്കുന്നത് മനസ്സമാധാനം ലഭിക്കാൻ വേണ്ടിയാണ്. ഒരാൾ സമ്പാദിക്കുന്നത് തങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തിയാവാൻ വേണ്ടിയാണ്. ഒരാൾ സമ്പാദിക്കുന്നത് ആ സമ്പത്ത് തലമുറകളിലോട്ട് ഉപകാരപ്പെടാൻ വേണ്ടിയാണ്. ഇതെല്ലാമാണ് ഒരാൾ സമ്പാദിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെന്നുള്ളത്. സമ്പത്തിൽ ഐശ്വര്യമുണ്ടെങ്കിൽ സമ്പത്ത് കാരണമായി അവന് സമാധാനം ലഭിക്കും. സമ്പത്ത് കാരണമായി അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തിയാകും. സമ്പത്ത് കാരണമായി അവൻ്റെ തലമുറകൾ സുഖമായി ജീവിക്കുന്ന അവസ്ഥയുണ്ടാവും. അഥവാ അവൻ്റെ ആ സമ്പത്ത് തലമുറകളിലോട്ടും ഉപകാരപ്പെടും. ഇത് ഐശ്വര്യമുണ്ടെങ്കിൽ ആ സമ്പത്ത് കാരണമായി ലഭിക്കുന്ന നേട്ടങ്ങളാണ്. ഒരാൾക്ക് ധാരാളം സമ്പത്തുണ്ട്, പക്ഷേ ആ സമ്പത്തിൽ ഐശ്വര്യം, ബർക്കത്തില്ല എങ്കിൽ കാണാൻ ചിലപ്പോൾ കുറേ സമ്പത്തുണ്ടാവും, പക്ഷെ അവൻ്റെ ജീവിതം സുഖകരമായിരിക്കുന്നതല്ല. സമ്പത്തുണ്ടെങ്കിലും ജീവിതം വളരെ ബുദ്ധിമുട്ടിലായിരിക്കും, മനപ്രയാസമുള്ള ജീവിതമായിരിക്കും. സമ്പത്തുണ്ടെങ്കിലും ആ സമ്പത്ത് തലമുറകളിലോട്ട് ഉപകാരപ്പെടാത്ത രീതിയിൽ നശിച്ചു പോകുന്ന അവസ്ഥ കാണാൻ സാധിക്കും. ഇതാണ് ബർക്കത്തില്ലായ്മ, ഐശ്വര്യമില്ലായ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് യഥാർത്ഥമായി വേണ്ടത് ധാരാളം സമ്പത്തല്ല, ഉള്ള സമ്പത്തിൽ ഐശ്വര്യമാണ് വേണ്ടത്. അതാണ് അള്ളാഹുവിൽ നിന്നുമുള്ള അനുഗ്രഹം. എണ്ണാൻ ധാരാളം സമ്പത്തുണ്ടായതുകൊണ്ട് ഒരാൾക്ക് ജീവിതം സുഖമായിക്കൊള്ളണമെന്നില്ല. നേരെ മറിച്ച് കുറച്ച് സമ്പത്താണെങ്കിലും അതിൽ അള്ളാഹു ഐശ്വര്യം വെച്ചിട്ടുണ്ട് എങ്കിൽ അവൻ്റെ ആവശ്യങ്ങൾ ആ കുറച്ച് സമ്പത്ത് കൊണ്ട് പൂർത്തിയാവുന്നതും ആ സമ്പത്ത് കൊണ്ട് സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നതും ആ സമ്പത്ത് അവൻ്റെ സന്താനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അള്ളാഹു സംരക്ഷിക്കുന്നതുമാണ്. എന്നാൽ ധാരാളം സമ്പത്തുണ്ട്, ഐശ്വര്യമില്ല എങ്കിൽ ആ സമ്പത്ത് കൊണ്ട് കിട്ടേണ്ട ഗുണങ്ങളൊന്നും അവൻ ലഭിക്കുന്നതല്ല. കാണാൻ കുറയുണ്ടെങ്കിലും അതുകൊണ്ട് അവന് പ്രയോജനമുണ്ടാകുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ സമ്പത്തിൽ ഐശ്വര്യം ഉണ്ടാവണമെങ്കിലും അള്ളാഹു ആ സമ്പത്തിനെ സംരക്ഷിക്കണമെങ്കിലും ആ സമ്പത്തിന് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. സക്കാത്ത് കൊടുക്കാത്ത സമ്പത്തിൽ നിന്നും അള്ളാഹു ഐശ്വര്യത്തെ പിൻവലിച്ച് കളയുന്നതും ആ സമ്പത്ത് കൊണ്ടുള്ള യഥാർത്ഥ പ്രയോജനം കരസ്ഥമാകാത്ത അവസ്ഥ ഉണ്ടാകുന്നതുമാണ്. ഇമാം തബ്രാനി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, നിങ്ങൾ സക്കാത്ത് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ സമ്പത്തിനെ സംരക്ഷിക്കുക എന്ന്. നമ്മുടെ സമ്പത്തിനെ സംരക്ഷിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് ആ സമ്പത്തിൽ അള്ളാഹു നിർബന്ധമാക്കിയ സക്കാത്തിനെ നിർവഹിക്കുക, കൊടുക്കുക എന്നുള്ളത്. സക്കാത്ത് കൊടുക്കുന്നത് കാരണമായി പരലോക പ്രയോജനങ്ങൾ മാത്രമല്ല ഉള്ളത്, നേരെ മറിച്ച് ദുന്യാവിലും സക്കാത്ത് കാരണമായി ധാരാളം പ്രയോജനങ്ങളുണ്ട്. സക്കാത്ത് കാരണമായി സഹോദര്യ ബന്ധം, സ്നേഹം, ഐക്യം ഇതെല്ലാം വർദ്ധിക്കാൻ കാരണമായി തീരും. സക്കാത്ത് നമ്മുടെ നാട്ടിലെ പട്ടിണി, ദാരിദ്ര്യം ഇതെല്ലാം ഇല്ലാതെയാവാനുള്ള കാരണമാണ്. ഇങ്ങനെ സാമൂഹ്യപരമായും ജനങ്ങൾക്ക് വലിയ ഉപകാരമുള്ള, ജനങ്ങളുടെ ഇടയിൽ സ്നേഹവും സന്തോഷവും വർദ്ധിക്കുന്ന ഒരു പുണ്യമായ പ്രവർത്തനമാണ് സക്കാത്ത് എന്നുള്ളത്. സക്കാത്ത് കൊടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സക്കാത്ത് ഒരിക്കൽ നമ്മൾ നമ്മുടെ ഔദാര്യമായി കാണാൻ പാടില്ല. സക്കാത്ത് പാവങ്ങളുടെ അവകാശമാണ്. ഒരു വർഷം പൂർത്തിയാകുമ്പോൾ നിശ്ചിത തുക അത് പാവങ്ങളുടേതായി മാറുകയാണ്. ഒരിക്കൽ നമ്മൾ നമ്മുടെ ഔദാര്യം ചെയ്യുകയല്ല, നേരെ മറിച്ച് അവരുടെ അവകാശം അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അഹങ്കാരത്തോടുകൂടി നമ്മുടെ ഔദാര്യം കൊടുക്കുന്നത് പോലെ കൊടുക്കാൻ പാടില്ല. നേരെ മറിച്ച് വിനയത്തോടുകൂടി നമ്മുടെ കയ്യിലുള്ള അവരുടെ അവകാശം അവർക്ക് കൊടുക്കുന്നത് പോലെ ആയിരിക്കണം സക്കാത്ത് കൊടുക്കേണ്ടത്. സക്കാത്തിനെയും സ്വതക്കയെയും എല്ലാം ഫലമില്ലാത്തതാക്കി കളയുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അറിയിച്ചെന്നിട്ടുണ്ട്.
സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല അറിയിച്ചു തന്നു, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുന്ന സക്കാത്ത്, സ്വതക്ക ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ അതിനെ എടുത്തു പറയാൻ പാടില്ല. ഞാൻ ഇത്ര കൊടുത്തു, ഇന്നയാൾക്ക് കൊടുത്തു. മറ്റു ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആവാൻ പാടില്ല. നിങ്ങൾ കൊടുത്തത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ആയിരിക്കണം. കൊടുത്താൽ നിങ്ങൾ അതിനെ മറന്നു കളയണം. ഒരിക്കലും വീണ്ടും വീണ്ടും നിങ്ങൾ കൊടുത്ത കാര്യത്തെ എടുത്ത് മറ്റുള്ളവരോട് പറയുക എന്നുള്ളത് നിങ്ങൾ കൊടുത്തതിൻ്റെ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യമാണെന്ന് അള്ളാഹു അറിയിച്ചു തന്നു. രണ്ടാമതായി അള്ളാഹു തആല പറഞ്ഞു, കൊടുക്കപ്പെട്ട വ്യക്തിയെ നിങ്ങൾ അത് കാരണമായി ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഞാൻ നിനക്ക് തന്നില്ലേ, അതിൻ്റെ പേരിൽ നീ ഇങ്ങനെ ചെയ്തു തരണം. ഞാൻ നിനക്ക് ഇന്ന കാര്യം തന്നില്ലേ, അതിൻ്റെ പേരിൽ നീ ഇങ്ങനെയാകണം. ഇങ്ങനെ കൊടുത്തതിൻ്റെ പേരിൽ കൊടുക്കപ്പെട്ട ആളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. നമ്മൾ ആർക്കെങ്കിലും സക്കാത്ത് കൊടുത്തു, സ്വതക്ക കൊടുത്തു, അതിൻ്റെ പേരിൽ അവനെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയുണ്ടായാൽ, ആ കൊടുക്കപ്പെട്ട വ്യക്തിയെ മാനസികമായോ മറ്റേതെങ്കിലും രീതിയിലോ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയുണ്ടായാൽ നമ്മൾ കൊടുത്ത സ്വതക്കയും സക്കാത്തും ഫലമില്ലാത്തതായി തീരുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അറിയിച്ചിരുകയുണ്ടായി. അതുകൊണ്ട് സക്കാത്ത് ഔദാര്യമല്ല, പാവങ്ങളുടെ അവകാശമാണ്. അതുകൊണ്ട് അവരുടെ അവകാശം കൊടുക്കുന്നത് പോലെ അവർക്ക് അതിനെ കൊടുക്കേണ്ടതുണ്ട്. ഒരിക്കലും മറ്റ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സക്കാത്ത് കൊടുക്കാൻ പാടില്ല. ഭൗതികമായ ഒരു ലക്ഷ്യവും സക്കാത്ത് കൊടുക്കുന്നതിൽ ഉൾപ്പെടാൻ പാടില്ല. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമായിരിക്കണം സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പോഴാണ് സക്കാത്ത് ഫലമുള്ളതായി തീരുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ സക്കാത്തിൻ്റെ നിയമങ്ങൾ, സക്കാത്ത് എങ്ങനെ കൊടുക്കണം, അതിനെപ്പറ്റിയെല്ലാം ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നതാണ്. അല്ലാഹു തആല ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.